നമുക്കൊരു നെഹ്റു തൊപ്പി ഉണ്ടാക്കാം. നെഹ്റു തൊപ്പി ഉണ്ടാക്കാൻ ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പർ ഇത് ചാർട്ട് പേപ്പറിൻ്റെ 4/1 ഭാഗമാണ്. അത് നേരെ നടുവിൽ മടക്കുക. ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതുപോലെ ഈ ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്തുകൂടി നമ്മൾ നേരെ മടക്കും. നേരെ മടക്കി ഇത് ഇങ്ങനെ നിവർത്തുക. നിവർത്തുമ്പോൾ ഇവിടെ ഒരു ത്രികോണം നമുക്ക് കിട്ടും. ഈ അധികം ഉള്ളത് പുറകിലേക്ക് മടക്കി വയ്ക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്തും നിവർത്തുക. നിവർത്തിയിട്ട് നമ്മൾ പിന്നിലേക്ക് ഇതേപോലെ മടക്കുക. മടക്കിയിട്ട് ഈ താഴ ഭാഗം ഉണ്ടല്ലോ, താഴത്തുള്ള ഭാഗം ഈ വരണ്ട് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് മടക്കുക. അതുപോലെ തന്നെ ഈ ഭാഗവും മുകളിലേക്ക് മടക്കുക. ഇങ്ങനെ നമ്മൾ മടക്കി കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ആദ്യത്തെ മടക്ക്, ആ മടക്കിൻ്റെ അവിടെ കഴിഞ്ഞാൽ കുറച്ചധികം നിൽക്കുന്നുണ്ട്. നമ്മളൊന്ന് ഇങ്ങനെ മടക്കി വയ്ക്കും. എന്നിട്ട് നിവർത്തുക. അതുപോലെ തന്നെ ഈ ഭാഗവും ഇവിടേക്ക് മടക്കിയിട്ട് കുറച്ചധികം ഉണ്ട്. ആ അധികം ഉള്ളത് നമ്മളിങ്ങനെ മടക്കി വയ്ക്കുക. ഇനി നിവർത്തുക. ആദ്യം നിവർത്തി. ഇപ്പോൾ നമുക്ക് 2 മടക്ക്, ഇവിടെ ഒരു മടക്ക് കിട്ടുന്നു, ഇവിടെ ഒരു. ഇനി ഈ ഭാഗം ഈ 2 പോക്കറ്റുകളുണ്ടല്ലോ, ആ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഇവിടെ വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഭാഗവും വയ്ക്കുക. ഈ ഭാഗവും വയ്ക്കുക. അതുപോലെ ഈ ഭാഗവും ഇതിൻ്റെ 2ൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മടക്കലൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടും നമുക്ക്. ഈ ഭാഗത്തിൽ 1, 2, 3 എണ്ണം കിട്ടും. ആ 3 എണ്ണം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പശ വെച്ച് ഒട്ടിക്കാം. എന്നാൽ പിന്നെ പോവരില്ല. നമ്മൾ ഈ 3 എണ്ണം ഉള്ളത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് പോകുന്നു. ഈ 3 എണ്ണം ഉള്ളതിൻ്റെ ഈ നടുവിലത്തതുണ്ടല്ലോ, ഇത് നമ്മളിത് ഇങ്ങനെ പിടിക്കും. അങ്ങനെ പിടിച്ച് ഈ ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക. നമ്മുടെ നെഹ്റു തൊപ്പി റെഡിയായി. വളരെ വേഗത്തിൽ ഉണ്ടാക്കാം. നമുക്ക് റോസാപ്പൂവ് ഉണ്ടാക്കാം. റോസാപ്പൂവ് ഉണ്ടാക്കാൻ ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കുക. മടക്കിയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് വട്ടം ആ വട്ടത്തിന് കൂടി നമ്മൾ വെട്ടി വെട്ടിയെടുത്ത് ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ വെട്ടി നമ്മൾ വെച്ച് ഈ ഭാഗം ഇങ്ങനെ ഒട്ടിക്കും. ഇങ്ങനെ നമ്മളെല്ലാവരും ഒട്ടിച്ചെടുക്കും. അതിനുശേഷം ഒരു ഈർക്കലെടുത്ത് ഒരു പച്ച പേപ്പർ അതിലിങ്ങനെ ചുറ്റണം. ഒരു കുഴലുണ്ടാക്കി ഇനി നമ്മൾ ഒന്നെടുക്കണു. അതിൽ പശ വെച്ച് കുറച്ച് നേരം പിടിക്കേണ്ടി വരും. അപ്പോഴാണത് ഒട്ടിച്ച് ഒട്ടിച്ചു. അടുത്തതെടുക്കുക. അങ്ങനെ നമ്മൾ ഇത് മുഴുവൻ ഇതിൽ ഒട്ടിക്കുക.
സമചതുര കഷ്ണം എടുക്കുക. സമചതുര കഷ്ണം കോണായിട്ട് മടക്കുക, വീണ്ടും മടക്കുക, ഒന്നുകൂടി മടക്കുക, എന്നിട്ട് ഒന്നുകൂടി മടക്കുക. മടക്കി നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കും. ഒട്ടാൻ കുറച്ച് സമയം പിടിക്കും. നമ്മൾ ഒരു നീളത്തിൻ്റെ പേപ്പർ എടുത്ത് രണ്ടായിട്ട് നമ്മൾ മടക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ പോയി ഇങ്ങനെ ഇവിടെ ചെറിയ ഒട്ട് കൊടുത്തിട്ട് കൊണ്ട് നമ്മൾ ഒരു ഇലയുടെ ഷേപ്പിൽ കൊടുക്കും. നമ്മൾ ഇനി ഇതാ ഇവിടെ നമ്മളൊരു 2 വെട്ട് വെട്ട് വെട്ടിയിട്ട് ഈ 3 എണ്ണത്തിലും പശയിക്കും. അതിലും പശയിക്കും. ഈ നടുവിലത്തെ ഉണ്ടല്ലോ, നടുവിലെ ഭാഗത്ത് ഇവിടെ ഈ തണ്ടുമ്പിൽ നടുവിലെ ഭാഗം ആദ്യം ഒട്ടിച്ചിട്ട് ഇത് രണ്ടും കൂടി ഒട്ടിച്ചു. അപ്പോൾ ഇല ഒന്ന് വിടർന്നു നിൽക്കും. അതുപോലെ ഈ ഇല വയ്ക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് റോസാപ്പൂവ് ഉണ്ടാക്കാം. അപ്പോൾ ശിശുദിനത്തിന് ഒരു നെഹ്റു തൊപ്പിയും അതുപോലെ തന്നെ ഒരു റോസാപ്പൂവും